രണ്ടാമത് മത്സരത്തിന് അവസരം നൽകാത്തതിൽ നാട്ടിക എംഎൽഎ സി മുകുന്ദന് കടുത്ത അതൃപ്തിയുണ്ട്. മുകുന്ദൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ഇത്തവണ നാട്ടികയിൽ മുൻ എംഎൽഎ ഗീതാ ഗോപിയാണ് CPI പരിഗണിക്കുന്നത്. തൃശൂരിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയാകും. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന്. നടരാജ, സി മുകുന്ദന് കടുത്ത അതൃപ്തിയാണോ? സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനത്തിലേക്കാണോ അദ്ദേഹം കടക്കുന്നത്? അതുപോലെ തൃശൂരിൽ ജയരാജ് വാര്യരെ ഉൾപ്പെടെ പരിഗണിച്ചിരുന്നു. പിന്നെ എന്താണ് ആലങ്കോട് ലീലാകൃഷ്ണനിലേക്ക് എത്തിയത്? ദിവ്യ, സി മുകുന്ദൻ കടുത്ത അതൃപ്തിയിലാണ്. കഴിഞ്ഞ കുറേ കാലമായി CPIയിലെ ചേരിപ്പോരിനെ കുറിച്ച് നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സി മുകുന്ദനെതിരെ നേരത്തെ തന്നെ ചില നടപടിയും കാര്യങ്ങളൊക്കെ തന്നെ സമ്മേളനത്തിലൊക്കെ തന്നെ ഉണ്ടായതാണ്. പ്രധാനപ്പെട്ട പ്രശ്നം സി മുകുന്ദൻ പാർട്ടി നിയോഗിച്ച തന്റെ PAക്കെതിരെ പരാതി നൽകുന്നതോടുകൂടിയാണ് പാർട്ടിയും സി മുകുന്ദനും തമ്മിൽ അകലുന്നത്. PA തന്റെ വ്യാജ ഒപ്പിട്ടുകൊണ്ടുള്ള ചില ഇടപാടുകൾ നടത്തിയെന്ന പരാതി, പിന്നീട് PAയുടെ ഭാഗത്ത് തെറ്റുപറ്റി തുടങ്ങിയ കണ്ടെത്തലുകൾ, ഇക്കാര്യത്തിൽ പിന്നെ PA നീക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയും സി മുകുന്ദനും തമ്മിൽ ഇടയാൻ കാരണമായി. പല പൊതുവേദികളിലും പാർട്ടി നേതൃത്വത്തിനെതിരെ സി മുകുന്ദൻ സംസാരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ സമ്മേളനത്തിൽ നടപടിയും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും നാട്ടികയിൽ ജനപ്രീതിയുള്ള MLA എന്ന നിലയിലും CPIയുടെ കോട്ടയായ സ്ഥലം എന്ന നിലയിലും മുതിർന്ന നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് ഇത്തവണയും സീറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന് ഒരു തവണ മാത്രമേ മത്സരത്തിന് അവസരം കൊടുത്തിട്ടുള്ളൂ. സ്വാഭാവികമായും വീണ്ടും ഒരു സിറ്റിംഗ് MLA എന്ന നിലയിൽ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മുൻ MLA ആയിരുന്ന 2 തവണ MLA ഗീതാ ഗോപിയെ വീണ്ടും പരിഗണിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കടുത്ത അതൃപ്തി അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുണ്ട്. ഇതൊരു പേയ്മെന്റ് സീറ്റാണ് എന്ന ഒരു ആരോപണം വരെ അദ്ദേഹം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രയധികം നന്നായി പ്രവർത്തിച്ചിട്ടും തനിക്ക് മനഃപൂർവ്വം അവസരം പാർട്ടി നിഷേധിക്കുകയാണെന്നുള്ള വികാരം സി മുകുന്ദനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രനായി അദ്ദേഹം മത്സരത്തിന് രംഗത്ത് ഇറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കോൺഗ്രസും സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ സി മുകുന്ദനെ ബന്ധപ്പെടാനുള്ള സാഹചര്യം നമുക്ക് തള്ളിക്കളയാനാവില്ല. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ജനകീയനായ ഒരു വ്യക്തിയാണ്. വളരെ മാന്യനായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. കറകളഞ്ഞ വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിക്കുന്ന MLAയുടെ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടൊരു വാർത്ത മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അദ്ദേഹം അത്രയധികം ലളിത ജീവിതം നയിക്കുന്നയാളാണ്. തൻ്റെ വീട് പോലും ചോർന്നൊലിക്കുന്ന മോശമായ അവസ്ഥയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ വേദനകളൊക്കെ തന്നെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇത്രയധികം ആളുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു MLAയെ മാറ്റുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ഞെട്ടൽ ആ ഭാഗത്തുള്ളവർക്കുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിൽ പോലും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് സി മുകുന്ദന് സീറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തൃശൂർ മണ്ഡലത്തിന്റെ കാര്യത്തിൽ വന്നാൽ കഴിഞ്ഞ ദിവസം ജയരാജ് വാര്യരെ CPI പരിഗണിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് ജയരാജ് വാര്യർ CPI അറിയിച്ചിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് ഇപ്പോൾ തൃശൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. യുവസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. നമുക്കറിയാവുന്ന പോലെ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹത്തെ പോലൊരു ഒരു പൊതു വ്യക്തിത്വത്തെ തൃശ്ശൂരിൽ നിർത്തുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലേക്കാണ് പാർട്ടി പോകുന്നത്. കൊടുങ്ങല്ലൂരിൽ സിറ്റിംഗ് MLA സുനിൽകുമാർ തന്നെ തുടരാനാണ് സാധ്യത. ടൈസൺ മാസ്റ്ററെ പറവൂരിലേക്ക് മാറ്റുന്നു. VD സതീശനെതിരെ മത്സരിപ്പിക്കുന്നു. അതുകൊണ്ട് ടൈസൺ മാസ്റ്റർ മത്സരിച്ച കയ്പമംഗലം മണ്ഡലത്തിൽ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വത്സരാജിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതാണ് CPI സ്ഥാനാർത്ഥികളിലെ തൃശ്ശൂരിലെ പൊതുചിത്രം. നാട്ടികയിൽ ഉണ്ടാവുന്ന പടലപ്പിണക്കങ്ങളും പൊട്ടിത്തെറികളും ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും സി മുകുന്ദനെ അനുനയിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയുമോ എന്നത് തന്നെയാണ്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ അത് മണ്ഡലത്തിൽ വലിയ തിരിച്ചടിക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക.